നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയെ ആ സ്ഥാനാർത്ഥിയോടാണ് ചിലർക്കൊക്കെ വലിയൊരു അസൂയയോ ദേഷ്യവും ഒക്കെ നിൽക്കുന്നത്. പലരും വിചാരിച്ചത് പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് വരാൻ പോകുന്നത് PC ജോർജ് ആയിരിക്കും എന്നാണ്. PC ജോർജ് ആകുമ്പോൾ പത്തനംതിട്ടയും സമീപത്ത് കിടക്കുന്ന പല പ്രദേശങ്ങളുമായിട്ട് വലിയ ബന്ധം നിലനിർത്തുന്ന ആളാണ്. അപ്പോൾ കൂടുതൽ വോട്ട് സമാഹരിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. പക്ഷേ ആ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് അനിൽ ആൻ്റണിയെ ഇറക്കിയത്. ആൻ്റണിയുടെ കേരളത്തിൽ നിന്നല്ല, ദേശീയ തലത്തിൽ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകൻ, അതാണ് BJP കേന്ദ്ര നേതൃത്വം കാണുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ മകൻ BJPയിലേക്ക് വരുമ്പോൾ ആ ആളിന് കൃത്യമായ ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത്. അങ്ങനെ അനിൽ ആൻ്റണിയെ അവിടെ ഇറക്കി. അനിൽ ആൻ്റണിയുടെ കാവിക്കൊടി പാറിച്ചുള്ള ഡാൻസും ഒക്കെയായിട്ട് അങ്ങനെ മണ്ഡലം നിറഞ്ഞു നിൽക്കുകയാണ്. അതൊക്കെ എത്ര വോട്ടാകും എന്നുള്ളത് നമ്മൾ ഇനിയും കാണേണ്ട കാര്യമാണ്. പക്ഷേ പത്തനംതിട്ട എന്ന് പറയുന്നത് ഈ BJP ദേശീയ നേതൃത്വം കാണുന്ന ഈ 6 മണ്ഡലങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ 6 മണ്ഡലങ്ങളാണല്ലോ പ്രധാനമായിട്ടും നോട്ടമിട്ടിരിക്കുന്നത്. അതിൽ അതിപ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. പത്തനംതിട്ടയൊക്കെ ഭാവിയിൽ തങ്ങളുടെ വരുതിയിൽ എത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടലിൽ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും അനിൽ ആൻ്റണിയെ ഇറക്കിക്കൊണ്ട് അനിൽ ആൻ്റണി അങ്ങനെ ഈ കാവിക്കൊടിയൊക്കെ പാറിച്ചുള്ള ഡാൻസ് കണ്ടപ്പോൾ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിന് രോമം എണീറ്റ് നിന്ന് കാണുമെന്നാണ് നമ്മുടെ AA റഹീം MP പറയുന്നത്. അത് എന്നുവെച്ചാൽ രോമാഞ്ചം ഉണ്ടായിരിക്കുമെന്ന്. ഈ AA റഹീം പാർലമെൻറ്റിലെ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ തന്നെ അവിടുത്തെ അത് കേട്ടുകൊണ്ടിരുന്ന സ്പീക്കർക്കും മറ്റ് ഉറങ്ങാതിരുന്ന സഭാംഗങ്ങൾക്കൊക്കെ രോമാഞ്ചം ഉണ്ടായതാണ്. TV കണ്ടപ്പോൾ എനിക്കും രോമാഞ്ചം ഉണ്ടായിപ്പോയി കേട്ടോ. അത്ര ഗംഭീരമായ പ്രസംഗമായിരുന്നു നമ്മുടെ AA റഹീമിൻ്റെ. ആ AA റഹീമാണിപ്പോൾ അല്പസ്വല്പമൊക്കെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന നമ്മുടെ അനിൽ ആൻ്റണിയെ പരിഹസിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ BJP സ്ഥാനാർത്ഥിയായ മകൻ്റെ ഡാൻസാണ്. ആ മകൻ്റെ അമ്മയും അച്ഛനും എത്ര കൃതാർത്ഥരായിട്ടുണ്ടെന്നും റഹീം പറയുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ, മകൻ നല്ല നിലയിലെത്തുമ്പോൾ ഏതച്ഛനും അമ്മയുമാണ് സന്തോഷിക്കാത്തത്? ഒരു കമ്പനി പൂട്ടിപ്പോകുന്നു, അപ്പോൾ ആ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന തങ്ങളുടെ മകൻ വേറൊരു നല്ല കമ്പനിയിലേക്ക് ജോലി കിട്ടുമ്പോൾ എന്തായിരിക്കും? തീർച്ചയായിട്ടും അച്ഛനും അമ്മയും സന്തോഷിക്കും. AA റഹീം ഒരുപക്ഷെ ഭാവിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക്, ഉയർന്ന കമ്പനിയിലേക്ക് പോകുമ്പോൾ ആ അച്ഛനും അമ്മയൊക്കെ സന്തോഷിക്കും, അല്ലെങ്കിൽ ഭാര്യയും സന്തോഷിക്കും, അല്ലെങ്കിൽ കുടുംബക്കാർ മുഴുവൻ സന്തോഷിക്കും. അപ്പോൾ AA റഹീം വിളിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് ആരും BJP പോകരുത് എന്നൊക്കെയാണ്. BJPയിൽ പോകാമല്ലോ. അതുപോലെ തന്നെ CPMൽ വന്നിട്ടില്ലേ എത്ര പേര്? കോൺഗ്രസിൽ നിന്ന് CPMൽ വന്നവർക്കൊക്കെ തന്നെ കാർപ്പറ്റ് വിരിച്ചു കൊടുത്തിട്ടില്ലേ? BJPയിൽ നിന്ന് CPMൽ വന്നിട്ടില്ലേ? അതിനുശേഷമാണല്ലോ ഒരാളുണ്ടല്ലോ കൊടിയൊന്നും പിന്നെ താത്തു വയ്ക്കാതെ നടക്കുന്ന ഒരാൾ, ഭീമൻ രഘു. പിണറായി പ്രസംഗിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. അപ്പോൾ ഇവരെയൊക്കെ AA റഹീം ഏത് തരത്തിലായിരിക്കും ചുമക്കുന്നത്? അപ്പോൾ ഈ AA റഹീം പറയുന്നത് ഇങ്ങനെയാണ്. പത്മജ മണ്ഡി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. നയാ പൈസ വാങ്ങിയിട്ടില്ലെന്ന് MP വിൻസെൻ്റ്. കോൺഗ്രസ് ജെൻഡർ ഇക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്ന പാർട്ടിയാണ്. കേരളത്തിൽ കോൺഗ്രസ് കെട്ടിപ്പടുത്ത നേതാവിൻ്റെ മകൻ ആദ്യം പോയി, അടുത്തത് പോയത് മകളാണ്. എന്തൊരു ജെൻഡർ ഇക്വാളിറ്റിയാണ്! രണ്ടാമത് മകനെ വിട്ടാൽ ശരിയാകില്ലല്ലോ, അതുകൊണ്ടാണ് മകളെ വിട്ടത്. അടുത്ത ഊഴ ആരുടെയോ മകനാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ മുഖം വികൃതമാകുകയാണ് എന്നാണ് AA റഹീം പറയുന്നത്. ഇത് പിന്നെ ഈ AA റഹീം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കോൺഗ്രസ് ഇത്ര നിങ്ങൾക്ക് തൊട്ടുകൂടായ്മയിലൊന്നും നിൽക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. ഇവരുമായിട്ട് കൈകോർത്താണ് ദേശീയ തലത്തിൽ നിൽക്കുന്നത്. ഇന്ത്യ മുന്നണി ഉണ്ടായിട്ട് ആ ഇന്ത്യ മുന്നണിയിൽ എല്ലാവരുമായിട്ടും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്.
ഈ ഡബിൾ എ റഹീമിൻ്റെ നേതാവ് യെച്ചൂരിയുടെ ജോലി എന്താണ്? സോണിയാഗാന്ധിയുടെ അടുക്കളയിലെ ദേഹണ്ണക്കാരനല്ലേ? അവിടെ ഏത് സമയം നോക്കിയാലും സോണിയാഗാന്ധിയുടെ അടുക്ക തന്നെയാണ്. സോണിയാഗാന്ധി എന്ത് പറയുന്നു അതനുസരിച്ച് നിൽക്കുന്ന ഒരു അടുക്കളക്കാരനാണ് സീതാറാം യെച്ചൂരി. അപ്പോൾ പിന്നെ എ റഹീമിന് ഇത് പറയാൻ എന്ത് യോഗ്യതയാണെന്നുള്ളതാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വാഹനത്തിൽ നിന്ന് അനിൽ ആന്റണി നൃത്തം ചെയ്യുന്നതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതിനെ വെച്ചുകൊണ്ടാണ് ഡബിൾ എ റഹീം ഇത്രത്തോളം അങ്ങ് വാചാലനായത്. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കണം, ദേശീയ തലത്തിൽ നിങ്ങൾ തോളിൽ കൈയിട്ട് നിൽക്കുന്നവരാണ്. പിന്നെ ഡബിൾ എ റഹീമിൻ്റെ നേതാവ് യെച്ചൂരി എവിടെ നിൽക്കുന്നു? അവിടുത്തെ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക.